നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും അപകടം പിടിച്ചൊരു സെറ്റിങ്സ് ഉണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ആരും അറിയാതെ ചിലപ്പോൾ നിങ്ങളുടെ ഡാറ്റകളൊക്കെ മറ്റാരെങ്കിലും ചോർത്തിക്കൊണ്ട് പോകുന്നുണ്ടാവും. മൊബൈൽ ഫോണിലൊരു സെറ്റിങ്സിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഏതെങ്കിലും വ്യക്തി നിങ്ങൾ ഡാറ്റ ചോർത്തുന്നുണ്ടോ എന്നുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള സെറ്റിങ്സാണ്. നിങ്ങൾ ആ സെറ്റിങ്സിനകത്തേക്ക് എത്തിയാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും നിങ്ങളുടെ ഏതെങ്കിലും ഡാറ്റ ഏതെങ്കിലും വ്യക്തി ചോർത്തുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ സെറ്റിങ്സ് ഏതാണ്, അതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. വളരെ ചെറിയ സെറ്റിങ്സ് ആണ്. നമ്മൾ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഫോട്ടോസിനകത്താണ് നമ്മുടെ ഗാലറിയിലുള്ള മുഴുവൻ ഫോട്ടോ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുക. നമ്മുടെ ഒരു ഗാലറി ആയിട്ട് തന്നെ ഇപ്പോൾ പല ആളുകളും ഉപയോഗിക്കുന്നത് ഗൂഗിൾ ഫോട്ടോസാണ്. മാത്രമല്ല നിങ്ങളുടെ ഫോട്ടോ വീഡിയോകളൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു ഇടം കൂടിയാണ് ഗൂഗിൾ ഫോട്ടോസ് എന്നുള്ളത്. ഈ ഒരു ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൻ്റെ ഏറ്റവും വലത് ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാ മൊബൈൽ ഫോണിലും ഉണ്ടാകും ഗൂഗിൾ ഫോട്ടോസ് എന്നുള്ള ആപ്പ്. ഇനി കാണുന്നില്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഇവിടെ ഈ ഒരു ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കാണിക്കും. ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ടേൺ ഓൺ ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. വേണ്ടെങ്കിൽ നോട്ട് ടേൺ ഓൺ ബാക്കപ്പ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിത് ബാക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ശേഷം നമുക്ക് താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഫോട്ടോ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ഷെയറിംഗ് എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ പാർട്ട്ണർ ഷെയറിംഗ് എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്തേക്ക് എത്തിയതിന് ശേഷം താഴെ ഭാഗത്ത് നിങ്ങളുടേതല്ലാത്ത ഏതെങ്കിലും ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടോ എന്നുള്ളതാണ്. ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡാറ്റകളൊക്കെ ചോർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് ഇത് ചോർത്തിക്കൊണ്ട് പോയതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ നമ്മളിപ്പോൾ ഏറ്റവും മുകളിൽ ചൂസ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കൊരു പ്രത്യേക ദിവസത്തെ ഫോട്ടോ വീഡിയോ വേണമെങ്കിൽ മാത്രം ചോർത്തി കൊണ്ടുപോകാൻ സാധിക്കും. അതായത് നിങ്ങളൊരു ഫംഗ്ഷനിൽ പങ്കെടുത്ത ആ ഫംഗ്ഷനിൽ നിങ്ങളെടുക്കുന്ന ഫോട്ടോ മാത്രം കിട്ടിയാൽ മതിയെങ്കിൽ ഇവിടെ സിൻസ് സ്പെസിഫിക് ഡേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തൊരു ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റിലുള്ള ഫോട്ടോകൾ മാത്രം നിങ്ങൾക്ക് ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ചൂസ് ഫോട്ടോ ഷെയർ എന്നുള്ള ഭാഗത്താണ്. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ ഓൾ ടൈംസ് ക്ലിക്ക് ചെയ്താൽ എല്ലാ ദിവസത്തെ ഫോട്ടോയും നമുക്ക് ഷെയർ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഇവിടെ ഓൾ ഫോട്ടോസ് എന്നുള്ള രണ്ടാമത്തെ ഭാഗത്തും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഫോട്ടോസും എല്ലാ സമയത്തുള്ള നിങ്ങളുടെ എല്ലാ ദിവസത്തെയും ഫോട്ടോ വീഡിയോ ഒക്കെ ആർക്കും ഷെയർ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഷെയർ ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് സെലക്ട് പാർട്ട്ണർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോ വീഡിയോ ആരെങ്കിലും ചോർത്തിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ അവർക്ക് കയ്യിൽ കിട്ടിയാൽ അവർ ഇതുപോലെ ഓപ്പൺ ചെയ്യും. ഷെയർ പാർട്ട്ണർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അവരുടെ മെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്യും. ഓൾറെഡി ഇവിടെ ഉള്ള ഒരു വ്യക്തിയുടെ മെയിൽ ഐ ഡി തന്നെ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. ഇതാ ആ വ്യക്തിയുടെ ഒരു മെയിൽ ഐ ഡി ഇവിടെ കാണുന്നുണ്ട്. ജസ്റ്റ് കൺഫേം കൊടുത്താൽ മതി. ഞാൻ കൺഫേം കൊടുക്കുന്നില്ല. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ താഴെ ഭാഗത്ത് ഇൻവൈറ്റ് യുവർ പാർട്ട്ണർ എന്നുള്ള ഭാഗത്ത് ഇതുപോലെ ഏതെങ്കിലും ഇമെയിൽ ഐ ഡി കാണുന്നുണ്ടെങ്കിൽ ഓർക്കുക, ഈ വ്യക്തി നിങ്ങളുടെ ഫോണിലുള്ള മുഴുവൻ ഫോട്ടോ വീഡിയോ ചോർത്തി കൊണ്ടുപോകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മെയിലിലേക്ക്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ വീഡിയോ ഒക്കെ ഇയാളുടെ മെയിലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ചെയ്യപ്പെടുകയും നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ചെയ്യപ്പെടുകയും അയാൾ നിങ്ങളുടെ എല്ലാ ഫോട്ടോസും അവിടെ ഇരുന്ന് അയാളുടെ മെയിലിൽ ഇരുന്ന് കാണുന്നുണ്ടാകും. അപ്പം ഇങ്ങനെ ഏതെങ്കിലും മെയിൽ ഐ ഡി നിങ്ങളുടെ താഴെ ഭാഗത്തുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഉണ്ടെങ്കിൽ ഉടനെ ഇത് ഇവിടെ വെച്ച് തന്നെ റിമൂവ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും. അത് റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി. ഈ സെറ്റിങ്സ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞു വെക്കണം. നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഫോട്ടോസ് വീഡിയോസൊക്കെ ആരെങ്കിലും ചോർത്തിക്കൊണ്ട് പോകുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ സഹായിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.